നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കരീം ബെൻസിമ റയൽ മാഡ്രിഡിലേക്ക് മടങ്ങി. ഒഫീഷ്യലായിട്ട് ഈ കാര്യം ഇപ്പോൾ ഇത്തിഹാദ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കളിക്കാൻ വേണ്ടി പോയി എന്നല്ല, അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിനെ കണ്ട് തൻ്റെ ഇഞ്ചുറിയുടെ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം അൽ ഇത്തിഹാദ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അൽ ഇത്തിഹാദ് പറയുന്നത് ഒരു കോർഡിനേറ്റിംഗ് മെഡിക്കൽ സിസ്റ്റം ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുണ്ട്, അതായത് റയൽ മാഡ്രിഡും അൽ ഇത്തിഹാദും തമ്മിൽ. അപ്പം ബെൻസിമയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റയൽ മാഡ്രിഡ് ഡോക്ടർ അദ്ദേഹത്തെ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. എന്നിട്ട് വിശദമായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. അതിൽ പറയുന്നത് ഈ രണ്ട് ക്ലബ്ബുകളുടെ ഫസ്റ്റ് ടീം മെഡിക്കൽ സിസ്റ്റം തമ്മിൽ നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച്, അതായത് റയൽ മാഡ്രിഡിന്റെ മെഡിക്കൽ സിസ്റ്റവും അൽ ഇത്തിഹാദിന്റെ മെഡിക്കൽ സിസ്റ്റവും തമ്മിലുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ട് കരീം ബെൻസിമയുടെ ഇഞ്ചുറി വിശദമായിട്ട് അവർ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ സീസണിൽ കുറെ വട്ടം, അതായത് കുറെ തവണ പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫർദർ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി താരം റയൽ മാഡ്രിഡ് ക്ലബ് ക്ലിനിക്കിലേക്ക് പോവുകയാണ്. സ്പാനിഷ് ക്യാപിറ്റൽ ആയിട്ടുള്ള മാഡ്രിഡിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. അവിടെ നേരത്തെ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യും. അദ്ദേഹം അതിനുവേണ്ടി സ്പെയിനിലേക്ക് പോയി കഴിഞ്ഞു. അടുത്ത ആഴ്ചയാണ് ഇനി സൗദി അറേബ്യയിലേക്ക് തിരികെ എത്തുകയുള്ളൂ എന്ന് ഒഫീഷ്യലി ഇപ്പോൾ അൽ ഇത്തിഹാദ് അറിയിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.